അദാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? വിഴിഞ്ഞം പോർട്ടിന് സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടല്ല, കേരളത്തിലേക്ക് വരാൻ പലർക്കും ഭയമായതുകൊണ്ടാണ്. ആ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് കേരളം ഭരിച്ച ആളുകളും പ്രത്യേകിച്ച് CPM-ഉം മാധ്യമങ്ങളടക്കമുള്ളവരും എല്ലാവരും ചേർന്ന് ഈ കോർപ്പറേറ്റ് വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത, കേരളം മാത്രം ഇന്ത്യയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, ഞങ്ങൾ ക്യൂബളമാണ്, ക്യൂബയിലേതുപോലെ എല്ലാം സർക്കാർ മേഖലയിൽ നടത്തേണ്ടതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ മസ്തിഷ്കത്തെ മുഴുവൻ ആ രീതിയിൽ ചിന്തിക്കുന്നതാക്കി മാറ്റി. സ്വാഭാവികമാണല്ലോ, വ്യവസായികൾ, ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരാൻ ഭയക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം. വിഴിഞ്ഞം പദ്ധതി മോശമായതുകൊണ്ടല്ല, കേരളത്തിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരാത്തത്. ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിലെ ടൂറിസം പ്രൊജക്ടുകൾ, അതല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് വ്യവസായ സാധ്യതകൾ, ഒട്ടേറെ സാധ്യതകൾ ഇവിടെ ഉള്ളപ്പോഴും എന്തുകൊണ്ട് കേരളത്തിലേക്ക് മുതൽ മുടക്കാൻ ആളുകൾ വരുന്നില്ല? അവർക്ക് ഒരുപക്ഷെ ഗൗതം അദാനിക്ക് കൊടുത്തതുപോലെ ഉറപ്പ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഇവിടെ അദാനി ആയതുകൊണ്ട് മാത്രം, അദാനിക്ക് സാഹചര്യങ്ങളെ നേരിടാൻ കഴിവുള്ളത് കൊണ്ട് മാത്രം, അതിന് മാത്രമുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് മാത്രം, എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹം വിഴിഞ്ഞത്ത് വരാൻ തയ്യാറായത് അദ്ദേഹത്തിന്റെ ചങ്കൂറ്റമാണ്. അത് സമ്മതിച്ചേ പറ്റൂ. മറ്റൊരു കാര്യം, ഇവിടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പോർട്ട് മുഴുവൻ ഗവൺമെന്റ് നയിക്കേണ്ടതല്ലേ, ഗവൺമെന്റ് ആണ് നടത്തേണ്ടത്, ഭരണഘടന അങ്ങനെ പറയുന്നൊക്കെ. നോക്കൂ, നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന വികസന മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ സർക്കാരുകളാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം 50 വർഷവും അത് പോരാതെ വന്നു. അങ്ങനെയാണ് സ്വകാര്യ മേഖല കൂടി വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ റോഡുകളുടെ വികസനമാണെങ്കിലും, റെയിൽവേ വികസനമാണെങ്കിലും, എയർപോർട്ടുകളാണെങ്കിലും, സീ പോർട്ടുകളാണെങ്കിലും അവിടെ എല്ലാം ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം വന്നിട്ടുള്ളത്. വിഴിഞ്ഞം പോലൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെതായ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി സർക്കാരിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പമല്ല. എന്തിലും ദോഷൈകതൃക്കായിട്ട് എന്തിലും കുറ്റം കണ്ടെത്തുകയും വികസനത്തെ മുഴുവൻ തടസ്സപ്പെടുത്താൻ വേണ്ടി തുരങ്കം വെക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിഴിഞ്ഞത്തും കൂടംകുളത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത്തരം കപട പരിസ്ഥിതിവാദികളെയൊക്കെ നേരിടാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദാനിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അദാനിയെ മാത്രമല്ല പറയുന്നത്, അദാനിയാണെങ്കിലും അംബാനിയാണെങ്കിലും ടാറ്റയാണെങ്കിലും യൂസഫ് അലി ആണെങ്കിലും അതുപോലെയുള്ള കോർപ്പറേറ്റുകൾ ഒരു നാടിന്റെ വികസനത്തിന് അത്യാവശ്യമാണ്. അവരാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കുന്നത്, അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നിരവധി അദാനിമാരും അംബാനിമാരും ടാറ്റമാരും യൂസഫ് അലിമാരും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം. ഇവിടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം കോൺഗ്രസ്സുകാരനൊന്ന് പരിശോധിക്കണം. കോൺഗ്രസിന്റെ വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഭരിച്ച കാലഘട്ടത്തിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായില്ല? എന്തുകൊണ്ട് നിങ്ങൾ സാധിച്ചില്ല? അവിടെയാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചൊരു കാര്യം പ്രസക്തമാവുന്നത്. ചൈനീസ് ഒരു കൺസോർഷ്യം വന്നു എന്ന് പറഞ്ഞു. ഞാനതിൽ കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതം ചെയ്യുകയാണ്. ചൈനീസ് കൺസോർഷ്യം വന്നാൽ അവരെ ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല. നമ്മുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷനിലുള്ള ഒരു പോർട്ടിൽ ചൈനീസ് കൺസോർഷ്യം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ലോജിക്ക് ആർക്കും മനസ്സിലാവില്ല. അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് എടുത്താണെങ്കിൽ ശരി, അന്നത്തെ കേന്ദ്ര സർക്കാർ എടുത്തത് ശരിയായ തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചൈനീസ് കൺസോർഷ്യത്തിന് ഇപ്പോ പാകിസ്ഥാൻ ഗൗദർ തുറമുഖം കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മളെ ഏറ്റവും അധികം ശത്രുതയോട് കൂടി കാണുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടിന്റെ ആക്സസ് കൊടുക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ മൊബൈൽ ടെക്നോളജിയുടെ 4Gയുടെയും 5Gയുടെയും ഒക്കെ സാധ്യതകൾ വന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ചൈനീസ് കമ്പനികളെ വിലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്തും ചൈനീസ് കമ്പനികളുടെ ആധിക്യം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്പനി വരാത്തത് നന്നായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യം, അദാനി വിരോധമൊക്കെ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ അദാനി വന്നിട്ടുണ്ട്, അദാനിയുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അദാനി ഇത്ര തൊട്ടുകൂടാത്തവനാണെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവന്നുള്ളത്? അപ്പൊ ഈ അദാനിയെ കുറിച്ചൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വാചോടോപം നടത്തുന്നതിനപ്പുറം നിങ്ങൾക്ക് പ്രോപ്പറായി അദാനിക്കെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു കുറ്റകൃത്യവും ആരോപിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണെന്ന് കോൺഗ്രസ്സുകാരൻ പറയുന്നത്. പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 30 പാർട്ടിയാണല്ലോ ഇപ്പൊ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ 3-ാം വട്ടം തോറ്റ് തുന്നമ്പാടിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങളാണോ ഞങ്ങളൊക്കെ കാഴ്ചക്കാരാ പറയുന്നത്? ഞങ്ങളാണ് മിസ്റ്റർ ഈ രാജ്യം ഭരിക്കുന്നത്, ഞങ്ങളാണ് ഇതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തത്, അങ്ങനെയാണ് അതിന്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടായത്, അങ്ങനെയാണ് പോർട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയില്ലാതെ കേന്ദ്ര സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ വിഴിഞ്ഞം പോർട്ടിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി 2-3 വട്ടം ആവർത്തിച്ച് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലും പ്രത്യേകിച്ച് പോർട്ടുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലും വിഴിഞ്ഞം പോർട്ടിന്റെ പ്രാധാന്യത്തെ എടുത്തു സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 2023
2003 മുംബൈയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിലടക്കം അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന്റെ വികസനത്തിലെ നിർണായക കാൽവെപ്പായിരിക്കും. വിഴിഞ്ഞം മാത്രമല്ല, നിങ്ങൾ കരുതേണ്ടത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വികസിപ്പിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് മാത്രമല്ല, തൊട്ടപ്പുറത്ത് കുളച്ചിലുണ്ട്. ഇനി ഇതിനേക്കാൾ വലിയ മദർഷിപ്പ് വരുന്ന ഒരു പോർട്ട് ആൻഡമാനിൽ വരാനിരിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഡിഫൻസിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോഴാണ് കോൺഗ്രസ് ആയിരുന്നു പറയുന്നത് നിങ്ങൾ കാഴ്ചക്കാരാണ്. നിങ്ങൾ ചുരുങ്ങിയ പക്ഷേ ഇത് കാണുന്ന ആൾക്ക് വിവരം ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കണ്ടേ? നിങ്ങളൊക്കെ രാജ്യം ഭരിച്ച കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ കുറെ കാലം മുമ്പ്. അടുത്ത കാലത്ത് നിങ്ങൾ വരാനും പോകുന്നില്ല. 15 വർഷത്തേക്കാണ് ഞങ്ങൾക്ക് ജനങ്ങൾ ഭരിക്കാൻ അംഗീകാരം നൽകിയിട്ടുള്ളത്. മാന്യതൊക്കെ വേണ്ടേ പറയുമ്പോൾ?